ഹേ ഗായ്സ്, ഞാൻ പിന്നെ വന്നു. നാഷണൽ ടീം ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൊത്തം 4 ഷോർട്ട് ടൈം പ്ലെയേഴ്സാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരാളെ നമുക്ക് ഫ്രീ ആയിട്ട് സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ പാക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും അപ്ഡേറ്റിന് ശേഷമായിരിക്കും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. സോ എന്തായാലും ഇതിൽ ആരെയാണ് നിങ്ങളുടെ ടീമിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്, ആരാണ് ഇതിൽ ബെസ്റ്റ് പ്ലെയർ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈ ബെർണാഡോ സിൽവയെ പറ്റി സംസാരിക്കാം. റൈറ്റ് വിങ്ങർ ആണ്, ലെഫ്റ്റ് ഫൂട്ടർ ആണ്, ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്, വിഷണറി പാസ് ആണ് അഡീഷണൽ സ്കില്ലായിട്ട് വരുന്നത്. 95+ ഡ്രിബ്ലിംഗ് സ്റ്റാറ്റ്സും അതേപോലെ തന്നെ 85+ പാസിംഗ് സ്റ്റാറ്റ്സും വരുന്നുണ്ട്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ റൈറ്റ് വിങ് ഫോർവേഡ് കളിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ കാർഡ് ദയവ് ചെയ്ത് സൈൻ ചെയ്ത്. കാരണം വിങ്ങിൽ ഒരിക്കലും കളിപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കളിപ്പിക്കാൻ കുറച്ച് വിഷമമുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ഈ ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് വിങ്ങിലേക്ക് ഓടിത്തരുന്നതിന് അവർ ഡീപ്പായിട്ട് ഇറങ്ങി കളി ബിൽഡ് ചെയ്ത് സെൻറ്ററിലേക്ക് കയറി പാസൊക്കെ കൊടുക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ഈ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ റൈറ്റ് വിങ് കളിപ്പിക്കാൻ വേണ്ടി ഈ ഒരു കാർഡ് സൈൻ ചെയ്യാനേ പാടില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊരു അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാർഡിന് കൺസിഡർ ചെയ്യാം. അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 80 താഴെയാണ് ഫിനിഷിംഗ് ഉള്ളത്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത്യാവശ്യം വേണ്ടുന്ന ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ലോങ് റേഞ്ച് കേളറൊക്കെ സ്കില്ലൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും കളിപ്പിക്കാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ്. ഓൺ ദ ബോൾ നല്ല സ്മൂത്താണ്. ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാർഡ് തന്നെയാണ് ഈ ബെർണാഡോ സിൽവേൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം 2-3 കാർഡുകൾ ബെർണാഡോ സിൽവേൻ്റെ ഓൾറെഡി സെയിം പ്ലേയിങ് സ്റ്റൈൽ കളിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പറയുന്നത് ഇത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു കാർഡാണ് എപ്പോഴും ബെർണാഡോ സിൽവേൻ്റെ വരുന്നത്. സോ ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നിങ്ങൾ സ്ക്വാഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാർഡ് കൺസിഡർ ചെയ്യുക. കൂടാതെ വിഷണറി പാസ് സ്കില്ല് നിങ്ങളുടെ ഫൈനൽ തേർഡിലെ അറ്റാക്കിംഗ് സൈഡിലേക്ക് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യുന്നത് അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. അടുത്തത് ആൻഡ്രേ റോബർട്ട്സൺ. 31 വയസ്സുള്ള ലെഫ്റ്റ് ഫൂട്ടർ ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ആണ്. ഒഫൻസീവ് ഫുൾ ബാക്ക് ആണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നത്. കൂടാതെ എഡ്ജഡ് ക്രോസിംഗ് ആണ് സ്പെഷ്യൽ സ്കില്ല് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് വിങ്ങിലെ ബെൻ വൈറ്റ് എന്ന് വേണമെങ്കിൽ ഈ കാർഡിന് പറയാൻ പറ്റും. കാരണം ഒഫൻസീവ് ആണെങ്കിലും ഡിഫെൻസീവ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്പീഡും ആക്സിലറേഷനും മാരകമാണ്. ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഒരു വിങ് ബാക്കിന് വേണ്ടുന്ന അത്രയും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ മുമ്പ് വന്നിട്ടുള്ള റോബർട്ട്സന്റെ കാർഡുകൾ കളിപ്പിച്ചവർക്ക് അറിയാം അത് എത്രത്തോളം നല്ല രീതിക്ക് ഡിഫെൻസീവിലും ഒഫൻസീവിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന കാർഡുകളാണെന്നുള്ളത്. ഇപ്പോൾ നിലവിൽ കോയിൻ ഷോപ്പിൽ നമ്മുടെ സിൽവസ്റ്ററിൻ്റെ കാർഡ് അവൈലബിൾ ആയിരിക്കുമ്പോൾ ഈ ഒരു കാർഡിലേക്ക് നോക്കണം എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാവും. സ്റ്റാറ്റ്സ് വൈസ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എന്നാലും കുറച്ചെങ്കിലും ഒരു സ്പീഡും ആക്സിലറേഷനൊക്കെ കൂടുതലുള്ളത് റോബർട്ട്സന്റെ കാർഡ് തന്നെയാണ്. എന്തായാലും കളിപ്പിച്ച് നോക്കിയാൽ കുറച്ചും കൂടി ഡിഫെൻസീവ്ലി സപ്പോർട്ട് കൂടുതൽ തരുന്നത് റോബർട്ട്സൺ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എന്തായാലും നിങ്ങൾ എടുത്തു നോക്കുക, കളിപ്പിച്ച് നോക്കുക. നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങും പ്രോഗ്രഷൻ്റെയും വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൂടി കണ്ടിട്ട് നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുത്താൽ മതി. സോ അടുത്ത പ്ലെയറിലേക്ക് പോവാം. അടുത്തത് മാർക്കിന്യൂസിൻ്റെ ഈ ഒരു ബിൽഡപ്പ് കാർഡാണ്. ഈ കാർഡിൻ്റെ സ്റ്റാറ്റ്സ് ലീക്കായ സമയത്ത് പലരും പറഞ്ഞു സ്പീഡ് പോരാ, ജമ്പ് പോരാ, ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ല, അങ്ങനെ പലരും പല നെഗറ്റീവ് ഈ ഒരു കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാർഡ് കളിപ്പിക്കാതെ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. മാത്രമല്ല മുമ്പേ വന്നിട്ടുള്ള മിക്ക ഹൈലൈറ്റ് കാർഡുകളിലും മാർക്കിന്യൂസിൻ്റെ കാർഡുകളും നല്ല പെർഫോമൻസ് തന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിന് നല്ലൊരു കിടിലും പേറ്റുവിൽ സ്കില്ലായിട്ടുള്ള ഏരിയൽ ഫോർട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ക്രോസ് പാമേഴ്സിനെതിരെയൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഡിഫെൻസീവ്ലി നല്ലൊരു ഗുണം ചെയ്യും. അപ്പോൾ ഈ കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും ഈ കാർഡിലേക്ക് തന്നെ നോക്കുക. കാരണം ഏരിയൽ ഫോർട്ട് വേറൊരു കാർഡിനും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത കാലത്ത് കൊടുക്കുമോ അറിയില്ല. എന്തായാലും നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഒരു ബാക്കപ്പ് CB ആയിട്ടെങ്കിലും മാർക്കിന്യൂസിനെ കൺസിഡർ ചെയ്യുക.
നമ്മൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ട്രെയിനിങ് റിവ്യൂ ഒക്കെ തീർച്ചയായും ചെയ്യാവുന്നതാണ്. ജോർദാൻ ഹെൻഡേഴ്സൻ്റെ ഈ ഒരു കാർഡ് ഇത്രയും നാളും നല്ലൊരു ഫ്രീ ടു പ്ലേ ആങ്കർമാൻ ഇല്ലാണ്ട് വിഷമിച്ച എല്ലാവർക്കും ഇപ്പോൾ കൊണാമി വാരിക്കോരി ആങ്കർമാൻ പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലേയേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ എല്ലാവരുടെയും കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി ഗെയിമിൽ നമുക്ക് റൈക്കാർഡിൻ്റെ അത്രയും കിടിലൻ ഒരു കാർഡുള്ള സമയത്ത് എന്തിനും നമ്മൾ ഈ കാർഡ് എടുക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന് ലോങ് റീച്ച് ടാക്കിൾ എന്ന് പറയുന്ന പേ ടു വിൻ സ്കില്ലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഗെയിം പ്ലേയിൽ ടാക്ലിങ്ങിന് പ്രത്യേകിച്ച് സ്ലൈഡിങ് ടാക്കിളിന് നല്ല ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് എപ്പോഴും നമുക്കൊരു അപ്പർ ഹാൻഡ് ഓൺലൈൻ മാച്ചസിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുവരെ ലോങ് റീച്ച് ടാക്കിളുള്ള വേറെ കാർഡൊന്നും ഇല്ലെങ്കിലും പിന്നെ അത്യാവശ്യം നല്ലൊരു ആങ്കർമാൻ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു കാർഡിലേക്ക് നോക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി റൈക്കാർഡ് ഉണ്ട്, നിങ്ങൾക്ക് വേറൊരു കാർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്നാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഹെൻഡേഴ്സൻ്റെ. കാരണം അത്യാവശ്യം ബെറ്റർ സ്പീഡ് ഉണ്ട്, ബെറ്റർ ആയിട്ടുള്ള പാസിംഗ് ഉണ്ട്, ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ലോങ് റീച്ച് ടാക്കിൾ എന്ന് പറയുന്ന സ്കില്ല് വളരെ വലിയ ഡിഫറൻസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം റൈക്കാർഡിന് വരുന്നത് നമ്മുടെ വിഷണറി പാസ് എന്ന് പറഞ്ഞ സ്കില്ലാണ്. അത് DMF ആയിട്ടുള്ള ഒരു പ്ലെയേഴ്സിന് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളതും എനിക്കറിയില്ല. എന്തായാലും ഈ കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ഈ കാർഡ് തന്നെ എടുക്കുള്ളൂ, വേറൊരു കാർഡിലേക്ക് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ റിവ്യൂവും ട്രെയിനിങ്ങും നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട്. ഇതിൽ നിങ്ങളിനി ആര് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മാർക്കിൻ ന്യൂസിന് ഹെൻഡേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആര് വേണമെങ്കിൽ സെലക്ട് ചെയ്യാന്നുള്ളത് തറപ്പിച്ച് പറയും. കാരണം രണ്ട് നല്ല കിടിലൻ ഡിഫെൻസീവ് സ്കില്ലുകൾ നമുക്ക് ഈ രണ്ട് കാർഡ്സിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിഫെൻസീവ്ലി കൂടുതലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഗെയിമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല പേ ടു വിൻ സ്കില്ല് വന്ന സ്ഥിതിക്ക് ഈ രണ്ട് കാർഡിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യുന്നതാണ് ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഏത് പൊസിഷനിലാണോ ഒഴിവ് ആ പൊസിഷനിലേക്കുള്ള പ്ലേയേഴ്സിന് നിങ്ങൾക്ക് തീർച്ചയായും സെലക്ട് ചെയ്യാം. പിന്നെ എഡ്ജഡ് ക്രോസിങ്ങിന് വേണ്ടി മാത്രം റോബർട്ട്സനെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് ഓൾറെഡി ഇഷ്ടംപോലെ എഡ്ജഡ് ക്രോസിങ് പ്ലേയേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ബെർണാഡോ സിൽവയുടെ കാര്യത്തിൽ റൈറ്റ് വിങ്ങിലേക്കാണെങ്കിൽ നിങ്ങൾ നോക്കുകയോ വേണ്ട, നേരെ മറിച്ച് ഒരു AMF ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ സ്ക്വാഡിലേക്ക് ഞാൻ എന്തായാലും ഈ ഒരു മാർക്കിനസിൻ്റെ കാർഡാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും പ്രോഗ്രഷനും ട്രെയിനിങ്ങും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.